എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 1, 2 ചാപ്റ്റർ നമ്മൾ എടുത്തു. മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന ചാപ്റ്ററാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പോ ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഒരു രാജാവിന്റെ കൽപ്പനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് ഏത് രാജാവിന്റെ കൽപ്പനയാണ്? വഘാടക രാജാവായിരുന്ന വിന്ധ്യശക്തി രണ്ടാമൻ. വഘാടക രാജാവായിരുന്ന വിന്ധ്യശക്തി രണ്ടാമൻ, അതായത് അദ്ദേഹത്തിന്റെ കാലഘട്ടം 355 മുതൽ 400 CE. ക്രിസ്ത്യൻ എറയാണ് കേട്ടോ, CE ആണ്. CE 355 തൊട്ട് 400 വരെയുള്ള കാലഘട്ടത്തിൽ വഘാടക രാജാവായിരുന്ന വിന്ധ്യശക്തി രണ്ടാമന്റെ ഒരു ഉത്തരവാണ് മേലെ കൊടുത്തിട്ടുള്ളത്. രാജാവിന്റെ കൈവശമുള്ളതിൽ കുറച്ചു ഭൂമി പ്രത്യേക അവകാശങ്ങളോടെ ബ്രാഹ്മണർക്കു കൈമാറുന്നത് സംബന്ധിച്ചാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അപ്പൊ എന്താണ്? വഘാടക രാജാവായിരുന്ന വിന്ധ്യശക്തി രണ്ടാമന്റെ ഒരു ഉത്തരവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതാണ്? വിന്ധ്യശക്തി രണ്ടാമന്റെ കാലഘട്ടം CE 355 മുതൽ 400 വരെയാണ്. എന്താണ് ഇതിൽ പറയുന്നത്? രാജാവിന്റെ കൈവശമുള്ളതിൽ കുറച്ചു ഭൂമി പ്രത്യേക അവകാശങ്ങളോടെ ബ്രാഹ്മണർക്കു കൈമാറുന്നു. അത് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഇതിനെന്താണ് പറയുന്നറിയോ? ഭൂമിദാനം എന്ന് പറയുന്നു. ഭൂമിദാനം എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പൊ രാജാവ് ഭൂമിദാനം നൽകുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഇത് ആരംഭിച്ചത് എന്നാണ്? എന്തുകൊണ്ട് ആരംഭിച്ചു? ഇത്തരം ദാനങ്ങൾ സാധാരണമായിരുന്നോ? ഇത്തരം കാര്യങ്ങളൊക്കെ ബുദ്ധകൃതികളിൽ കാണാം. ബുദ്ധകൃതികളിൽ ഭൂമിദാനത്തെക്കുറിച്ച് സൂചനകൾ കാണാം. എന്നാൽ അത് വ്യാപകമായതും ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിച്ചതും മൗര്യന്മാർക്ക് ശേഷമാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മൗര്യ രാജാക്കന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അവർക്കും ശേഷമാണ് അത് വ്യാപകമായത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? വഘാടക രാജാവായിരുന്നുള്ള വിന്ധ്യശക്തി രണ്ടാമൻ പുറപ്പെടുവിച്ച ഭൂമിദാനത്തെ സംബന്ധിച്ച ഒരു ഉത്തരവാണ് മേലെ കൊടുത്തിട്ടുള്ളത് അല്ലെ? അപ്പൊ നമുക്കിതൊന്ന് വായിച്ചാലോ? ഈ ഉത്തരവ് എന്താണ്? വഘാടക മഹാരാജാവ് ശ്രീ വിന്ധ്യശക്തി രണ്ടാമന്റെ കൽപ്പന പ്രകാരം വിജയവും ദീർഘായുസ്സും ഇഹപരലോകങ്ങളിൽ ക്ഷേമസമാധാനങ്ങളും കൈവരുന്നതിനായി ഈ ഗ്രാമത്തിന്റെ പകുതി നാം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്നു. ചതുർവേദങ്ങളാലും മുൻ രാജാക്കന്മാരാലും അംഗീകരിക്കപ്പെട്ട ആചാരപ്രകാരമുള്ള ഒഴിവുകൾ ഈ ഭൂമിദാനത്തിനും ബാധകമായിരിക്കുന്നതാണ്. അവ എന്താണ്? അവ എന്നാണ് പറയുന്നത്. ഇതര പ്രദേശങ്ങൾ പോലെയല്ല ഇവിടെ ഭരണം. ഉപ്പും മദ്യവും ഊറ്റിയെടുക്കരുത്. രാജകീയ ഖജനാവിലേക്ക് പണമോ ഭക്ഷ്യധാന്യങ്ങളോ ഒടുക്കേണ്ടതില്ല. രാജാവിനായി പൂക്കളോ പാലോ നൽകേണ്ടതില്ല. ഉദ്യോഗസ്ഥർക്ക് പശുവിനെയോ കാളയെയോ നൽകേണ്ട. രാഷ്ട്രത്തിന് സേവനങ്ങൾ നൽകേണ്ട. കുതിരച്ചമയങ്ങളോ കരിയോ നൽകാൻ ബാധ്യതയില്ല. നിയമപാലകർ ഇവിടെ പ്രവേശിക്കരുത്. യാത്രയിലായിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കട്ടിലും അടുപ്പും ഒന്നും നൽകണ്ട. രാജാവിന് നികുതി അടയ്ക്കേണ്ട. ചരക്ക് കടത്താൻ പണമൊടുക്കേണ്ട. ഭൂഗർഭ നിധി നിക്ഷേപങ്ങളുടെ മേൽ അവകാശം ഉണ്ടായിരിക്കും. ഭൂമി വേലി കെട്ടിത്തിരിക്കാനും മണ്ണുയർത്താനും വലിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാനും അവകാശമുണ്ടായിരിക്കും. ഇതിന് തടസ്സമാകുകയോ തടസ്സഹേതുവാകുകയോ ചെയ്യുന്നവരെ നാം പരാതി പ്രകാരം ശിക്ഷിക്കുന്നതാണ്. ഇത്തരത്തിലാണ് വഘാടക മഹാരാജാവായിട്ടുള്ള വിന്ധ്യശക്തി രണ്ടാമന്റെ ഒരു കൽപ്പന ഉള്ളത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ കാലം 355 മുതൽ 400 CE ആണ്. ഓക്കെ അല്ലേ? മൗര്യ രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി രാജവംശങ്ങൾ അധികാരത്തിൽ വന്നു. അങ്ങനെ അധികാരത്തിൽ വന്ന കുറെ രാജവംശങ്ങൾ ഇവിടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. കുഷാനന്മാർ, ഗുപ്തന്മാർ, ശാകന്മാർ, വാഗാടകന്മാർ, ശതവാഹനന്മാർ, ചോളന്മാർ, ചേരന്മാർ, പാണ്ഡ്യന്മാർ. കണ്ടോ? കുറെ രാജവംശങ്ങൾ വന്നു. കുഷാനന്മാർ, ഗുപ്തന്മാർ, ശാകന്മാർ, വാഘാടകന്മാർ, ശതവാഹനന്മാർ, ചോളന്മാർ, ചേരന്മാർ, പാണ്ഡ്യന്മാർ. ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലാണ് അല്ലേ? ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിലവിൽ വന്ന രാജവംശങ്ങളെയാണ് പറയുന്നത്. ഓക്കെ, ഇതില് 3 ദക്ഷിണേന്ത്യയിലുള്ള സ്ഥലങ്ങളാണ്. അതേതാണെന്നൊന്ന് ശ്രദ്ധിക്കുക. ചോള, ചേര, പാണ്ഡ്യന്മാർ എന്ന് കേട്ടിട്ടില്ലേ? ചോള, ചേര, പാണ്ഡ്യന്മാർ. ചോളന്മാർ, ചേരന്മാർ, പാണ്ഡ്യന്മാർ. ഇത് 3 ദക്ഷിണേന്ത്യയിലെ രാജവംശങ്ങളാണ്. ഓക്കെ, അടുത്ത ടോപ്പിക് ഭൂമിദാനം എന്നൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭൂമിദാനം
ഇവരിൽ ഡെക്കാൻ കേന്ദ്രീകരിച്ച ഭരണം നടത്തിയ ശതവാഹന രാജാക്കന്മാർ അന്നത്തെ സാമൂഹിക ഘടനയിൽ മുന്നിൽ നിന്നിരുന്ന ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്താനായി അവർക്ക് ഭൂമിദാനം നൽകുന്ന വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു. അപ്പൊ നമ്മൾ ഈ കുറെ രാജവംശങ്ങൾ പറഞ്ഞു അല്ലെ, അതിലെ ശതവാഹനന്മാർ അവരാണ് എന്തിനു തുടങ്ങിയത്? ഭൂമിദാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ശതവാഹനന്മാരായിരുന്നു. ഭൂമിദാനത്തിന് തുടക്കം കുറിച്ചത് ശതവാഹനന്മാരായിരുന്നു. അവർ എവിടെ കേന്ദ്രീകരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്? ഡെക്കാൻ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഡെക്കാൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ ശതവാഹന രാജാക്കന്മാർ അന്നത്തെ സാമൂഹിക ഘടനയിൽ മുന്നിൽ നിന്നിരുന്ന ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർക്ക് ഭൂമി ദാനം നൽകുന്ന പരിപാടി തുടങ്ങി. CE 4-ാം നൂറ്റാണ്ടോടുകൂടെ പാടലീപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്ത രാജാക്കന്മാരുടെ കീഴിൽ ഈ വ്യവസ്ഥ വിപുലമാക്കപ്പെട്ടു. അപ്പോൾ ശതവാഹനന്മാർ ഏത് ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു ഭരണം നടത്തിയേ? ഡെക്കാൻ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു. അവർ എന്തിനു തുടക്കം കുറിച്ചു? ഭൂമിദാനത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് പാടലീപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്നത് ആരാണ്? ഗുപ്ത രാജാക്കന്മാര്. പാടലീപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്നത് ഗുപ്ത രാജാക്കന്മാര്. അവരുടെ കീഴിൽ ഈ വ്യവസ്ഥ, ഏത് വ്യവസ്ഥ? ഭൂമിദാനം എന്ന വ്യവസ്ഥ വിപുലമാക്കപ്പെട്ടു. ഇത്രയേ ഉള്ളൂ. ഡെക്കാൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന ശതവാഹന രാജാക്കന്മാര് എന്തിനു തുടക്കം കുറിച്ചു? ഭൂമിദാനത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് ഇത് വിപുലമാക്കപ്പെട്ടത് ആരുടെ കാലഘട്ടത്താണ്? CE 4-ാം നൂറ്റാണ്ടോടുകൂടെ പാടലീപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്ത രാജാക്കന്മാരുടെ കീഴിൽ. ക്ലിയർ അല്ലേ? അപ്പൊ ഗുപ്ത രാജാക്കന്മാരെ ഇവിടെ കുറിച്ച് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഗുപ്തരാജ്യത്തിന്റെ സ്ഥാപകൻ ശ്രീഗുപ്തനായിരുന്നു. ഗുപ്തരാജ്യത്തിന്റെ സ്ഥാപകൻ ശ്രീഗുപ്തനായിരുന്നു. മറ്റു പ്രധാനപ്പെട്ട രാജാക്കന്മാരെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, കുമാരഗുപ്തൻ ഒന്നാമൻ, സ്കന്ദഗുപ്തൻ. അപ്പൊ ഗുപ്തരാജ്യത്തിന്റെ സ്ഥാപകൻ ശ്രീഗുപ്തനായിരുന്നു. മറ്റു പ്രധാന രാജാക്കന്മാരായിരുന്നു ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, കുമാരഗുപ്തൻ ഒന്നാമൻ, സ്കന്ദഗുപ്തൻ. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഓർത്ത് വെക്കാം. അപ്പോ നമ്മൾ പറഞ്ഞു ഡെക്കാൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ശതവാഹനന്മാരും പിന്നീട് പാടലീപുത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഗുപ്തന്മാരും ഭൂമിദാനത്തിലെ പ്രധാനപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും ഭൂമിദാനത്തിലെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ, ശതവാഹനന്മാർ ചെയ്തിരുന്നത് ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രം നൽകുകയായിരുന്നു. എന്നാൽ ഗുപ്തന്മാര് എന്താ ചെയ്തത്? ഭൂമിയിലെ വിഭവങ്ങളോടൊപ്പം അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരങ്ങളും നൽകി. ഈ ഭൂമി കൊടുത്തത് സാധാരണ ജനങ്ങൾക്കല്ല കേട്ടോ. ഇവര് ബ്രാഹ്മണർക്കാണ് ഭൂമിദാനം നൽകുന്നത്. ബ്രാഹ്മണർക്കാണ് ഭൂമിദാനം നൽകുന്നത്. അപ്പോ ശതവാഹനന്മാർ ഈ ഭൂമി ദാനം നൽകിയപ്പോ ആ പ്രദേശത്ത്, ഇപ്പോ ഇത്ര ഏക്കർ സ്ഥലം എന്നാണെങ്കിൽ ആ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഇപ്പൊ നെൽകൃഷിയാണെങ്കിൽ ആ നെല്ലിന്റെ ഒക്കെ അധികാരം ആർക്കാണ്? ഈ ബ്രാഹ്മണർക്കാണ്. അപ്പൊ അവിടെ സാധാരണ ആളുകൾ അവിടെ കൃഷി ചെയ്താൽ അത് ആർക്ക് കൊടുക്കണം? ബ്രാഹ്മണർക്ക് കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾക്ക്, വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രമായിരുന്നു ആര് കൊടുത്തത്? ശതവാഹനന്മാർ കൊടുത്തത്. പക്ഷെ ഗുപ്തന്മാർ കൊടുത്തത് ആ ഭൂമിയിലെ വിഭവങ്ങളോടൊപ്പം അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഉള്ള അവകാശങ്ങളും പ്ലസ് അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരവും നൽകി. അപ്പോ അവിടെ കൃഷി ചെയ്യുന്ന കർഷകരുടെ മേലും ഒക്കെയുള്ള അധികാരം ബ്രാഹ്മണർക്ക് നൽകി. അപ്പൊ അവരുടെ നിന്ന് നികുതി വാങ്ങിക്കാം, അവരെ അടിമകളെ പോലെ പണിയെടുപ്പിക്കാം. അപ്പൊ അങ്ങനെ അവിടെയുള്ള ജനങ്ങളുടെ മേൽ ഉള്ള അധികാരങ്ങൾ കൂടെ ആര് ബ്രാഹ്മണർക്ക് നൽകി? ഗുപ്തന്മാര് ബ്രാഹ്മണർക്ക് ദാനമായി നൽകി. മനസ്സിലായല്ലോ? ഈ ഭൂമിദാനം എന്ന് പറയുമ്പോൾ ഭൂമി സാധാരണ ജനങ്ങൾക്ക് കൊടുത്തു എന്നല്ല ഇവിടെ അർത്ഥാക്കുന്നത്. ഭൂമി ദാനം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഭൂമി ബ്രാഹ്മണർക്ക് കൊടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ബ്രാഹ്മണർ അവിടെയുള്ള ഭൂമിയുടെ, ശതവാഹനന്മാർ നൽകിയ ഭൂമിയുടെ ആണെങ്കിൽ ആ പ്രദേശത്തെ വിഭവങ്ങളുടെ മേലെ മാത്രമായിരുന്നു അവകാശം. എന്നാൽ ഗുപ്തന്മാർ നൽകിയ ഭൂമിയില് ആ പ്രദേശത്തെ വിഭവങ്ങളും പ്ലസ് അവിടുത്തെ ജനങ്ങളുടെ മേലുള്ള അധികാരവും ആർക്കായിരുന്നു? ആ ഭൂമി ലഭിക്കുന്ന ബ്രാഹ്മണർക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് വ്യത്യാസം. ഗുപ്തകാലത്തിൽ ഭൂമിദാന പ്രക്രിയയിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലെ രാജാവിന്റെ സ്വാധീനം കുറഞ്ഞു അല്ലെ? അപ്പൊ ഭൂമി എന്ത് ചെയ്തു? ഭൂമി ദാനം ചെയ്തു. അപ്പൊ ദാനം ചെയ്യപ്പെട്ട ഭൂമി പിന്നെ അവിടെ അധികാരം ആർക്കാണ്? പിന്നെ അവിടെ അധികാരം ആ ഭൂമി ലഭിച്ചിട്ടുള്ള ബ്രാഹ്മണനാണ്. അപ്പൊ രാജാവിന്റെ അധികാരം അവിടെ കുറഞ്ഞു.
ദാനം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിവിനും നീതിന്യായ നിർവഹണത്തിനുമുള്ള അധികാരം ഭൂവുടമസ്ഥതയ്ക്കൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അവിടെ ആ ഭൂമിയിലുള്ള അവകാശം, ആ വസ്തു മാത്രമല്ല ജനങ്ങളുടെ മേലുള്ള അവകാശവും ആ ഭൂമി ലഭിച്ച ബ്രാഹ്മണർക്ക് കിട്ടിയില്ലേ. അപ്പൊ രാജാവിന്റെ അവകാശം കുറഞ്ഞു, ബ്രാഹ്മണനാണ് അവിടെ അവകാശം. അപ്പൊ അവിടെ നികുതി പിരിക്കാനും അവിടെ നീതിന്യായ നിർവഹണത്തിനും അല്ലെ, അവിടുത്തെ ന്യായങ്ങൾ പറയാനും പരിഹരിക്കാനുള്ള അവകാശവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കാണ്? രാജാവിന്റെ പോയി. പിന്നെ ആർക്കാ കിട്ടി? ആ ഭൂവുടമസ്ഥതയ്ക്കൊപ്പം ആ ബ്രാഹ്മണന് കിട്ടും. ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ദാനമായി നൽകാനുള്ള അവകാശവും ഭൂമി ദാനമായി കിട്ടിയവർക്ക് ലഭിച്ചു. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, ശതവാഹനന്മാർ അവർ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത്? അവര് ഭൂമിയിലുള്ള സാധനങ്ങൾ, വസ്തുക്കൾക്ക് മാത്രമാണ് അവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെയുള്ള ആളുകളുടെ മേലുള്ള അവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ മുഴുവനായിട്ട് അങ്ങ് കൊടുത്തത് കൊണ്ട് ഈ ഇപ്പൊ രാജാവ് ഈ ഒരു ഭൂമി, ഇത്ര ഭൂമി ഒരു ബ്രാഹ്മണന് ദാനമായി കൊടുത്തു. അപ്പൊ ആ ബ്രാഹ്മണന് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ആ ഭൂമി ആ ബ്രാഹ്മണന് ഇഷ്ടമുള്ള മറ്റൊരു വ്യക്തിക്ക് കൈമാറാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നു. ക്രമേണ രാജാവും പ്രഭുക്കളും തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം പണമായി നൽകാതെ ഭൂമിദാനത്തിന്റെ രൂപത്തിൽ നൽകി തുടങ്ങി. അങ്ങനെ രാജാവും പ്രഭുക്കളും തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ അല്ലെ, രാജാവിന് കിട്ടുന്ന സേവനങ്ങൾക്ക് പ്രതിഫലമായിട്ട് പണം കൊടുക്കാണ്ട് എന്താണ്? ഭൂമിദാനം നൽകാൻ തുടങ്ങി. രാജാവിൽ നിന്ന് ഏറ്റവും അധികം ഭൂമി ലഭിച്ചത് ആർക്കാന്നറിയോ? ബ്രാഹ്മണർക്ക്. എങ്കിലും ക്രമേണ മറ്റു വിഭാഗങ്ങൾക്കും ഭൂമി ദാനം ലഭിച്ചു തുടങ്ങി. അപ്പൊ ആദ്യം രാജാവ് കൊടുത്തിരുന്നത് ബ്രാഹ്മണർക്കാണ് കൊടുത്തിരുന്നത്. പക്ഷെ പിന്നീട് രാജാവിനെ സഹായിക്കുന്ന അല്ലെ, ഓരോ സഹായങ്ങൾ ചെയ്യുമ്പോഴും രാജാവിന് സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് പ്രതിഫലമായിട്ട് എന്തെങ്കിലും നൽകണ്ടേ? അപ്പൊ പണം നൽകുന്നതിന് പകരം രാജാവ് എന്താ നൽകിക്കൊണ്ടിരുന്നത്? ഭൂമി ദാനം നൽകി തുടങ്ങി. അപ്പൊ ബ്രാഹ്മണർക്കാണ് കൂടുതൽ കിട്ടിയത് എന്നാലും മറ്റു വിഭാഗങ്ങൾക്കും കിട്ടിക്കൊണ്ടിരുന്നിരുന്നു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഗുപ്തകാലം ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാ പറഞ്ഞതെന്ന്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഒരു രാജാവിന്റെ വിന്ധ്യശക്തി രണ്ടാമന്റെ കൽപ്പന പ്രകാരം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കൽപ്പന വായിച്ചു. വിന്ധ്യശക്തി രണ്ടാമന്റെ കാലഘട്ടം 355 മുതൽ 400 CE ഈ കാലഘട്ടമായിരുന്നു. അദ്ദേഹം ഈ ഉത്തരവിൽ പരാമർശിക്കുന്നത് ഭൂമിദാനം എന്ന ആശയമാണ്. ഭൂമിദാനം നടന്നിരുന്ന കുറേ രാജവംശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുഷാനന്മാർ, ഗുപ്തന്മാർ, ശാകന്മാർ, വാഘാടകന്മാർ, ശതവാഹനന്മാർ, ചോളന്മാർ, ചേരന്മാർ, പാണ്ഡ്യന്മാർ. അതിൽ ഭൂമിദാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ തുടക്കം കുറിച്ചത് ശതവാഹനന്മാർ എന്ന രാജാക്കന്മാരാണ്. അവർ ഡെക്കാൻ കേന്ദ്രീകരിച്ചായിരുന്നു ഭരണം നടത്തിയിരുന്നത്. പിന്നീട് ഇത് വിപുലമാക്കപ്പെട്ടത് CE 4-ാം നൂറ്റാണ്ടോടുകൂടി പാടലീപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്തരാജാക്കന്മാരുടെ കീഴിലാണ്. ഈ ഗുപ്തരാജാക്കന്മാര് തുടക്കം കുറിച്ചത് സ്ഥാപകൻ ആയിട്ടുള്ളത് ശ്രീഗുപ്തൻ ആണ്. മറ്റു പ്രധാനപ്പെട്ട രാജാക്കന്മാരാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, കുമാരഗുപ്തൻ ഒന്നാമൻ, സ്കന്ദഗുപ്തൻ. പിന്നെ ഭൂമിദാനത്തിലെ വ്യത്യാസം പറഞ്ഞു. ശതവാഹനന്മാരും ഗുപ്തന്മാരും തമ്മിലുള്ള വ്യത്യാസം: ശതവാഹനന്മാര് ഭൂമിയിലെ വിഭവങ്ങൾക്കു മേലെ മാത്രമായിരുന്നു അവകാശം നൽകിയിരുന്നത്. എന്നാൽ ഭൂമിയിലെ വിഭവങ്ങൾക്കൊപ്പം അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരം കൂടെ ആര് നൽകി? ഗുപ്തന്മാർ നൽകി. ഗുപ്തകാലത്തിൽ ഭൂമിദാന പ്രക്രിയയിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ: ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലെ രാജാവിന്റെ സ്വാധീനം കുറഞ്ഞു. ദാനം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിവിനും നീതിന്യായ നിർവഹണത്തിനുമുള്ള അധികാരവും ഒക്കെ ഭൂവുടമസ്ഥതയ്ക്കൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടു. ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ദാനമായി നൽകാനുള്ള അവകാശവും ഭൂമി ദാനമായും കിട്ടുന്നവർക്ക് ലഭിച്ചു. ക്രമേണ രാജാവും പ്രഭുക്കളും തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം പണമായി നൽകാതെ ഭൂമി ദാനമായി നൽകാൻ തുടങ്ങി. രാജാവിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലഭിച്ചത് ബ്രാഹ്മണർക്കാണ്. എന്നാലും ക്രമേണ മറ്റു വിഭാഗങ്ങൾക്കും ഭൂമിദാനം ലഭിച്ചു തുടങ്ങി. ഇങ്ങനെ ഭൂമിദാനം വ്യാപകമായതോടെ സമൂഹത്തിൽ വലിയ സമ്പത്തും സ്വാധീനശേഷിയുമുള്ള ഭൂവുടമകളുടെ ശക്തമായ ഒരു വിഭാഗം രൂപം കൊണ്ടു. അപ്പൊ ആദ്യം ഈ ഭൂമിയൊക്കെ ആരുടെ ഉടമസ്ഥതയിലായിരുന്നു? രാജാവിന്റെ ഉടമസ്ഥതയിലായിരുന്നു അല്ലേ? എന്നാൽ പിന്നീട് ഇങ്ങനെ ഭൂമി ദാനം ചെയ്ത് രാജാവിന്റെ ഭൂമി കുറയുകയും ഇതിലെ ഓരോ ഭാഗങ്ങളും ഓരോ ആളുകൾക്ക് കിട്ടിത്തുടങ്ങി അല്ലേ? അപ്പൊ അങ്ങനെ ഈ ഭൂമി ലഭിച്ചവരൊക്കെ ഭൂവുടമകളായി. അങ്ങനെ ഒരു സമൂഹത്തിൽ സമ്പത്തും സ്വാധീനശേഷിയുമുള്ള
ഭൂ ഉടമകളുടെ ശക്തമായ ഒരു വിഭാഗം തന്നെ രൂപം കൊണ്ടു. ഭൂമിയിൽ പണിയെടുക്കുന്ന അടിയാളർ അവകാശങ്ങൾ ഇല്ലാത്തവരും ഭൂവുടമകളുടെ ആശ്രിതരുമായി തീർന്നു. അപ്പോൾ കുറേ ഭൂവുടമകളുണ്ടായി. പിന്നെയോ വേറൊരു വിഭാഗം ആരായിരുന്നു? അവിടെ പണിയെടുക്കുന്നവരില്ലേ, ഈ പണിയെടുക്കുന്ന അടിയാളർ അവർക്ക് ഒരു അവകാശവും ഇല്ലായിരുന്നു. ഇവർ ആരായിരുന്നു? ഭൂവുടമകളുടെ ആശ്രിതരായിരുന്നു. ഈ വ്യവസ്ഥിതിയിൽ കർഷകരും കർഷക തൊഴിലാളികളും അടിമകളും ഭൂമിയിൽ ബന്ധിക്കപ്പെട്ട സ്ഥിതിയിലായിരുന്നു. അപ്പോൾ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അടിമകളുടെയും ഒക്കെ അവസ്ഥ വളരെ മോശമായിരുന്നു അല്ലേ. അവർ ശരിക്കും ഇവർക്ക് കീഴിൽ പണിയെടുക്കുന്ന ഒരു ബന്ധിക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. ഇവർ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. അവർ ഒരേ മണ്ണിൽ തന്നെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തു അല്ലേ. ഒരേ മണ്ണിൽ ജനിച്ച് അവിടുത്തെ ഭൂവുടമകൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവിടെ തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഉടമകൾക്ക് വേണ്ടിയാണ് അവർ അധ്വാനിച്ചത് അത്രയും. സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള ഇവർ മേലെ തട്ടുകളിലുള്ളവർക്ക് നികുതിക്ക് പുറമെ സൗജന്യ സേവനങ്ങളും നൽകണമായിരുന്നു. നികുതിയും കൊടുക്കണം, ഇവിടെ നന്നായി പണിയെടുക്കും വേണം, നികുതിയും കൊടുക്കണം, മാത്രമല്ല സൗജന്യ സേവനങ്ങളും നൽകണമായിരുന്നു. അവരെന്ത് പറയണോ അത് ചെയ്തു കൊടുക്കണമായിരുന്നു. ഈ വ്യവസ്ഥിതിയെ സാമന്ത വ്യവസ്ഥ എന്നും ഇന്ത്യൻ ഫ്യൂഡലിസം എന്നും വിശേഷിപ്പിക്കുന്നു. ഇക്കാലത്ത് കാർഷിക രംഗത്ത് പുരോഗതി പ്രകടമായിരുന്നു. അപ്പോൾ ഈ വ്യവസ്ഥിതിയെ എന്ത് വിളിക്കുന്നു? സാമന്ത വ്യവസ്ഥ എന്നും ഇന്ത്യൻ ഫ്യൂഡലിസം എന്നും വിളിക്കുന്നു. സാമന്ത വ്യവസ്ഥ എന്നും ഇന്ത്യൻ ഫ്യൂഡലിസം എന്നും വിളിക്കുന്നു. എന്താ പറഞ്ഞേ? രാജാവ് ഭൂമി ദാനം ചെയ്തു. അങ്ങനെ ഭൂവുടമകൾ ഒരുപാട് പേരുണ്ടായി. അവരുടെ കീഴിൽ കർഷകരും അടിമകളുമൊക്കെ പട്ടിപ്പണി എടുത്തു അല്ലേ. അവരവിടെ ആ മണ്ണിൽ ജനിച്ച് അവിടെ തന്നെ ജീവിച്ച് ഇവർക്ക് വേണ്ടി ഭൂവുടമകൾക്ക് വേണ്ടി ജോലി ചെയ്ത് അവിടെ തന്നെ കിടന്ന് മരിച്ചു. അവരെ ശരിക്കും ബന്ധിക്കപ്പെട്ട ആളുകളായിരുന്നു. ഈ താഴെ തട്ടിലുള്ള ആളുകൾ മേലെ തട്ടിലുള്ളവർക്ക് നികുതി കൊടുക്കണമായിരുന്നു, പുറമെ സൗജന്യ സേവനങ്ങളും നൽകണമായിരുന്നു. ഈ ഒരു വ്യവസ്ഥിതിയെ അല്ലേ, ഈ ഒരു വ്യവസ്ഥിതിയെ സാമന്ത വ്യവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് വിശേഷിപ്പിക്കുന്നു. സാമന്ത വ്യവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് വിശേഷിപ്പിക്കുന്നു. ക്ലിയർ അല്ലേ? കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ഘടകങ്ങൾ. അങ്ങനെ കൃഷി വ്യാപകമാവുകയാണ്. അതിന് സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുള്ളത്? കൃഷിക്ക് ഉപയോഗിക്കപ്പെടാതെ കിടന്ന പ്രദേശങ്ങൾ പോലും കൃഷി ഉപയുക്തമാക്കി. പുതിയ സാമൂഹിക വ്യവസ്ഥിതി കൃഷിക്ക് ആവശ്യമായ തൊഴിൽ ശക്തി പ്രദാനം ചെയ്തു. കൃഷിയുടെ സാങ്കേതിക വിദ്യയെയും കാലാവസ്ഥയെയും സംബന്ധിച്ച ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന അറിവ്, വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങൾ, ഇതെല്ലാം കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ഘടകങ്ങളായിരുന്നു. കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ജലസേചന മാർഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ പലതരത്തിലുള്ള ജലസേചന മാർഗങ്ങൾ ഉണ്ടായിരുന്നു. അതെന്തെല്ലാമാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഗുപ്തകാലത്തെ ജലസേചന മാർഗങ്ങൾ, ഒന്ന് കനാലുകളാണ്. കനാലുകൾ കിണറ്റിൽ നിന്ന് ഉയർത്തുന്ന ജലം ചാലുകളിലൂടെ കൃഷിയിടങ്ങളിൽ എത്തിച്ചു, അതാണ് കനാലുകൾ. കുളം ജലസംഭരണി, മഴവെള്ളം ശേഖരിച്ചു വച്ച് കൃഷിക്ക് ഉപയോഗിച്ചു. ദക്ഷിണേന്ത്യയിൽ ജലസംഭരണികൾ നിർമ്മിച്ചു, ഉത്തരേന്ത്യയിൽ കുളങ്ങൾ നിർമ്മിച്ചു. ദക്ഷിണേന്ത്യയിൽ ജലസംഭരണി നിർമ്മിച്ചു, ഉത്തരേന്ത്യയിൽ കുളങ്ങൾ നിർമ്മിച്ചു. നമ്മുടെ അവിടെയൊക്കെ, നമ്മളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇപ്പോഴും നമുക്ക് ജലസംഭരണികളൊക്കെ കാണാൻ സാധിക്കും അല്ലേ. ഗഡിയന്ത്രം, അരഗട്ട. ഗഡിയന്ത്രത്തിന് എന്തു പറയും? അരഗട്ട കേട്ടോ. അരഗട്ട എന്താ? അരഗട്ട എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഘടിയന്ത്രം. ഓക്കെ. ഒരു ചക്രത്തിൽ ഘടിപ്പിച്ച കുടങ്ങൾ ചക്രം കറക്കുമ്പോൾ വെള്ളം ഉയർത്തി പാടത്തേക്ക് ഒഴിക്കുന്നു. ഒരു ചക്രം ഉണ്ടാവും, അതിൽ കുറേ കുടങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കറക്കുമ്പോൾ അടിയിലെ കുടത്തിൽ വെള്ളം നിറയും, എന്നിട്ട് അതിങ്ങനെ മേലേക്ക് പോവും. അങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് മേലെ എത്തുമ്പോൾ എന്താ? കുടം ചേരും അല്ലേ. അപ്പോൾ ആ വെള്ളം അടുത്ത പാടത്തേക്കോ അടുത്തൊരു കൃഷിയിടത്തിലേക്കോ വെള്ളം തൂവും. അതാണ് ഘടിയന്ത്രം. മഴവെള്ളം, ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായിരുന്നു മഴവെള്ളം. അണക്കെട്ടുകൾ, ഗുജറാത്തിലെ സുദർശന തടാകം സ്കന്ദഗുപ്തൻ പുതുക്കിപ്പണിതു. അപ്പോൾ അണക്കെട്ടുകളും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുജറാത്തിലെ സുദർശന തടാകം, അപ്പോൾ സുദർശന തടാകം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിൽ. ഗുജറാത്തിലെ സുദർശന തടാകം ആര് പുതുക്കിപ്പണിതു? സ്കന്ദഗുപ്തൻ. സ്കന്ദഗുപ്തൻ പുതുക്കിപ്പണിതു. നമ്മൾ ഗുപ്ത രാജവംശത്തിലെ പ്രധാന രാജാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിലൊരു വ്യക്തിയാണ് സ്കന്ദഗുപ്തൻ. അപ്പോൾ ഗുജറാത്തിലെ സുദർശന തടാകം സ്കന്ദഗുപ്തൻ പുതുക്കിപ്പണിതു. ഓക്കെ. അപ്പോൾ ഗുപ്തകാലത്തെ ജലസേചന മാർഗങ്ങൾ കനാലുകൾ, കുളം, ജലസംഭരണി, ഘടിയന്ത്രം അഥവാ അരഗട്ട, മഴവെള്ളം, അണക്കെട്ടുകൾ. ഓക്കെ.
ഇനി കൈത്തൊഴിലും വ്യാപാരവും എന്ന അതാട്ടോ ഘടിയന്ത്രം അഥവാ അരകെട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ചക്രം പോലെയാണ്, അതിൽ കുറേ കുടങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഇങ്ങനെ അടിയിലെ കുടത്തിൽ വെള്ളം നിറയും, അതിങ്ങനെ മേലെത്തുമ്പോഴത്തേനും അടുത്ത ഭാഗത്തേക്ക് ചൊരിയും. ഓക്കെ, കൈത്തൊഴിലും വ്യാപാരവും. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ കൈത്തൊഴിലും വ്യാപാരവും മേഖലകളിൽ എന്തെല്ലാം ആണ് സംഭവിച്ചത് എന്ന് നോക്കാട്ടോ. ഭൂമിദാനത്തിൻ്റെ ഫലമായി ഉണ്ടായ കൃഷിയുടെ വ്യാപനം കാർഷികേതര പ്രവർത്തനങ്ങളുടെ വികാസത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഇങ്ങനെ ഭൂമിദാനം ചെയ്തു, കൃഷിയിൽ ഒരുപാട് വികസനങ്ങൾ ഉണ്ടായി. കർഷകർക്ക് ദുരന്തമായിരുന്നുവെങ്കിലും കൃഷി വ്യാപിച്ചു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്തൊരു മാറ്റം വന്നു? പിന്നീട് കച്ചവടം, വ്യവസായം, വ്യാപാരം എല്ലാം വരികയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ മാറ്റം വന്നത് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഭൂമിദാനത്തിൻ്റെ ഫലമായി ഉണ്ടായ കൃഷിയുടെ വ്യാപനം കാർഷികേതര പ്രവർത്തനങ്ങളുടെ വികാസത്തിലേക്ക് നയിച്ചു. കാർഷികേതര പ്രവർത്തനം പറഞ്ഞാൽ കച്ചവടങ്ങളും കൈത്തൊഴിലുകളും ഒക്കെ തന്നെയാണ് കേട്ടോ. വിവിധ തരം കൈത്തൊഴിലുകളെ ജനങ്ങൾ ജീവിതമാർഗമായിട്ട് സ്വീകരിച്ചു. പുരാവസ്തുക്കളിൽ നിന്നും സാഹിത്യകൃതികളിൽ നിന്നും അക്കാലത്തെ കൈത്തൊഴിലുകളെക്കുറിച്ച് വിവരം ലഭിക്കുന്നുണ്ട്. ഉത്ഖനനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പുരാവസ്തുക്കളെക്കുറിച്ചുള്ള വിവരം ചുവടെ ചേർത്തിട്ടുണ്ട്. ഇതിൽ നിന്നും അക്കാലത്ത് നിലനിന്നിരുന്ന കൈത്തൊഴിലുകൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഒരിക്കലും അന്നത്തെ കാലഘട്ടത്തിലേക്ക് പോയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ? പക്ഷെ നമ്മൾ പല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ കാലത്ത് എന്തെല്ലാം കൈത്തൊഴിലുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അന്ന് നമ്മൾ കണ്ടെത്തിയ കുറേ വസ്തുക്കൾ നമുക്ക് മനസ്സിലാക്കി തരും അല്ലേ, അന്ന് എന്തെല്ലാം കൈത്തൊഴിലുണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ നമുക്ക് മൺപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തെ മൺപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അന്ന് മൺപാത്ര നിർമ്മാണത്തിൽ ആളുകൾ ഏർപ്പെട്ടിരുന്നു, മൺപാത്ര നിർമ്മാണം ഉണ്ടായിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ അവിടെ നിന്ന് കിട്ടി എന്ന് നോക്കാം അല്ലേ. സ്വർണം, വെള്ളി, വില പിടിപ്പുള്ള കല്ല് എന്നിവയിൽ തീർത്ത ആഭരണങ്ങൾ. അപ്പോൾ ആഭരണം നിർമ്മിക്കുന്നവർ ഉണ്ടായിരുന്നു. സ്വർണം, വെള്ളി, വില പിടിപ്പുള്ള കല്ല് എന്നിവയിൽ തീർത്ത ആഭരണങ്ങൾ. അപ്പോൾ അവിടെ എന്ത് തൊഴിലുണ്ടായിരുന്നു? ആഭരണ നിർമ്മാണം ഉണ്ടായിരുന്നു. മുത്തുകൾ കിട്ടി, ചില്ലുകൊണ്ടുള്ള വസ്തുക്കൾ കിട്ടി, പരുത്തി വസ്ത്രങ്ങൾ കിട്ടി, ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങൾ കിട്ടി. അപ്പോൾ ഇതെല്ലാം നിർമ്മിക്കുന്ന ആളുകൾ അന്ന് ഉണ്ടായിരുന്നു. വിവിധ കൈത്തൊഴിലുകൾ ഏർപ്പെട്ടവർ അവരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ചു. ഇവ ഗിൽഡുകൾ അഥവാ ശ്രേണികൾ എന്ന് അറിയപ്പെട്ടു. ഭരണകൂടം ശ്രേണികൾക്ക് അംഗീകാരം നൽകി. ശ്രേണികളിലെ അംഗങ്ങൾക്ക് അതിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടിയിരുന്നു. നോക്കാം, എന്താ ശ്രേണികൾ? കൈത്തൊഴിലുകാരുടെയും കച്ചവടക്കാരുടെയും സംഘടനയായിരുന്നു ശ്രേണികൾ. ഇന്നും ഇല്ലേ? ഇപ്പോൾ ഇന്നും ഡ്രൈവേഴ്സ് എല്ലാവരും തമ്മിൽ അവരുടെ ഒരു യൂണിയൻ ഉണ്ട് അല്ലേ? അതുപോലെ ചുമട്ടുതൊഴിലാളികൾ യൂണിയൻ ഉണ്ട്, അധ്യാപകരുടെ സംഘടനയുണ്ട്. അങ്ങനെ ഓരോ ജോലി ചെയ്യുന്നവർക്കും അവരുടേതായ ഒരു സംഘടനയുണ്ട്. അപ്പോൾ അതേപോലെ അന്ന് കൈത്തൊഴിലുകാരുടെയും കച്ചവടക്കാരുടെയും സംഘടനകൾ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ശ്രേണികൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുക, ഉൽപ്പന്നങ്ങളെ വിപണിയിലെത്തിക്കുക എന്നിവയായിരുന്നു ശ്രേണികളുടെ ചുമതലകൾ. ഓക്കെ, ഇനി വ്യാപാരവും വാണിജ്യവും എന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. വ്യാപാരവും വാണിജ്യവും. ഗുപ്ത കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ആഭ്യന്തര വാണിജ്യം വളരെ വിപുലമായിരുന്നു. ആഭ്യന്തര വാണിജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ആ സ്ഥലങ്ങളുടെ ഉള്ളിൽ തന്നെ അല്ലേ, പുറം സ്ഥലങ്ങളിലേക്കല്ല, ഉൾപ്രദേശങ്ങളിൽ തന്നെ പരസ്പരം സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതിനെയാണ് ആഭ്യന്തര വാണിജ്യം എന്ന് പറയാം അല്ലേ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആഭ്യന്തര വാണിജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഉള്ളിൽ തന്നെ കച്ചവടം നടത്താം, മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കാതെ ഉള്ളിൽ തന്നെ വാണിജ്യം നടക്കുന്നതിനെയാണ് നമ്മൾ ആഭ്യന്തര വാണിജ്യം എന്ന് പറയുന്നത്. കൃഷിക്ക് പുറമെ വിവിധ കൈത്തൊഴിലുകളും കരകൗശല നിർമ്മാണവും നിലനിന്നിരുന്നു. കരകൗശല വിദഗ്ധർ നിർമ്മിച്ച ഇത്തരം ഉൽപ്പന്നങ്ങൾ വ്യാപാരത്തിൻ്റെ മുഖ്യ ഇനങ്ങളായിരുന്നു. ഇവരെന്തിനാ ഈ മുത്തും പട്ടുവസ്ത്രവും എല്ലാം ഉണ്ടാക്കുന്നത്? വിൽക്കാനല്ലേ, ഇല്ലാണ്ട് സ്വയം ഉപയോഗിക്കാനല്ലല്ലോ, വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. കരകൗശല വിദഗ്ധർ നിർമ്മിച്ച ഇത്തരം ഉൽപ്പന്നങ്ങൾ വ്യാപാരത്തിൻ്റെ മുഖ്യ ഇനങ്ങളായിരുന്നു. ഏറ്റവും വലിയ ആഭ്യന്തര വ്യാപാര വസ്തുക്കളിൽ ഒന്നായിരുന്നു വസ്ത്രം. എന്തായിരുന്നു? ഏറ്റവും വലിയ ആഭ്യന്തര വ്യാപാര വസ്തുക്കളിൽ ഒന്നായിരുന്നു വസ്ത്രം. വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. മസ്ലിൻ, കാലിക്കോ, ലിനൻ, അങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു. മസ്ലിൻ, കാലിക്കോ, ലിനൻ, അങ്ങനെ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണ പൂർവേഷ്യ, റോം എന്നിവിടങ്ങളുമായിട്ട് ഗുപ്തന്മാർക്ക് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ആഭ്യന്തരമായിട്ടുള്ള വ്യാപാരം ഉണ്ടായിരുന്നു, പ്ലസ്
വിദേശ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണ പൂർവേഷ്യ, റോം എന്നിവിടങ്ങളുമായിട്ട് ഗുപ്തന്മാർക്ക് വിദേശ വ്യാപാര ബന്ധവും ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ പുതിയ വ്യാപാര പാതകൾ വികസിച്ചു വന്നു. മികച്ച സ്വർണ്ണ നാണയങ്ങളും വെള്ളി, ചെമ്പ് നാണയങ്ങളും പുറത്തിറക്കി. നഗരശ്രേഷ്ഠി, സാർത്തവാഹ എന്നീ വ്യാപാര പ്രമുഖർക്ക് ഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. വൈശാലി, പാടലീപുത്രം, കനൗജ്, ശ്രാവസ്തി, കൗസാംബി, ഉജ്ജയിനി, മധുര തുടങ്ങിയവ വ്യാപാര പ്രാധാന്യമുള്ള പട്ടണങ്ങളായിരുന്നു. അപ്പം എന്താണ് പറഞ്ഞത്? ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു ഒരുപാട് വസ്ത്രങ്ങൾക്കായിരുന്നു പ്രാധാന്യം. പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. മസ്ലിൻ, കാലിക്കോ, ലിനൻ എല്ലാം പലതരത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു. പിന്നെ പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണപൂർവേഷ്യ, റോം എന്നീ വിദേശ സ്ഥലങ്ങളുമായിട്ടും വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ആർക്ക്? ഗുപ്തന്മാർക്ക്. ഈ കാലഘട്ടത്തിൽ പുതിയ വ്യാപാര പാതകളെല്ലാം വികസിച്ചു വന്നു. മികച്ച സ്വർണ്ണ നാണയങ്ങളും വെള്ളി, ചെമ്പ് നാണയങ്ങളും പുറത്തിറക്കി. പിന്നെ പറയുന്നത് നഗരശ്രേഷ്ഠി, സാർത്തവാഹ എന്നീ വ്യാപാര പ്രമുഖർക്ക് ഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. ഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്ന വ്യാപാര പ്രമുഖരായിരുന്നു നഗരശ്രേഷ്ഠി, സാർത്തവാഹ. പിന്നെ പ്രധാനപ്പെട്ട വ്യാപാര പ്രാധാന്യമുള്ള പട്ടണങ്ങളാണ് പറയുന്നത്: വൈശാലി, പാടലീപുത്രം, കനൗജ്, ശ്രാവസ്തി, കൗസാംബി, ഉജ്ജയിനി, മധുര. വൈശാലി, പാടലീപുത്രം, കനൗജ്, ശ്രാവസ്തി, കൗസാംബി, ഉജ്ജയിനി, മധുര. ഓക്കെ. അടുത്തത് നഗരത്താർ എന്താ നോക്കാം കേട്ടോ. നഗരത്താർ അഥവാ നഗരശ്രേഷ്ഠിൻ. നഗരങ്ങളിലെ സമ്പന്നരായ കച്ചവടക്കാരായ ഇവർ ഭരണത്തിലും പങ്കാളികളായിരുന്നു. നഗരങ്ങളിലെ സമ്പന്നരായ കച്ചവടക്കാരായ ഇവർ ആര്? നഗരത്താർ ഭരണത്തിലും പങ്കാളികളായിരുന്നു. കൂടാതെ പ്രവർത്തക സംഘങ്ങളിലെ പ്രമുഖരായിരുന്നു നഗരത്തർ. അപ്പോൾ ആ ഒരു വേർഡ് ഓർത്ത് വെക്കുക. കണ്ടോ? അന്നത്തെ സ്വർണ്ണ നാണയം, ചെമ്പ് നാണയം, വെള്ളി നാണയം ഒക്കെയാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ നാണയങ്ങളിലൊക്കെ പലതരം ചിത്രങ്ങളൊക്കെ മുദ്രണം ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഗുപ്തകാല നാണയങ്ങളാണിത്. ഇനി ഗുപ്തകാലത്തെ ചില പ്രധാന നഗരങ്ങൾ കണ്ടോ? നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ കച്ചവടത്തിന് പ്രധാനമുള്ള കുറേ സ്ഥലങ്ങൾ: ഉജ്ജയിനി, കൗസാംബി, മധുര, കനൗജ്, ശ്രാവസ്തി, വൈശാലി, പാടലീപുത്രം. ഉജ്ജയിനി, കൗസാംബി, മധുര, കനൗജ്, ശ്രാവസ്തി, വൈശാലി, പാടലീപുത്രം. ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗുപ്തകാലത്തെ നഗരങ്ങൾ ഇന്നത്തെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നും ഏത് സംസ്ഥാനങ്ങളിലാണെന്ന് നോക്കണം. കണ്ടോ? അപ്പോൾ ഏകദേശം ഒരു ഇന്ത്യയുടെ നടുഭാഗത്താണ് അല്ലേ? നമ്മളുടെ ഭാഗത്തേക്കല്ല, ദക്ഷിണേന്ത്യയിലല്ല, എല്ലാം ഉത്തരേന്ത്യയിലെ സ്ഥലങ്ങളാണ് അല്ലേ? അപ്പോൾ ഓരോന്നും ഇന്നത്തെ ഏത് സംസ്ഥാനങ്ങളിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ വൈശാലി ഇന്നത്തെ ബീഹാറിലാണുള്ളത്. വൈശാലി ഇന്നത്തെ ബീഹാറിലാണുള്ളത്. പാടലീപുത്രവും എവിടെയാണുള്ളത്? ബീഹാറിലാണുള്ളത്. അപ്പോൾ വൈശാലിയും പാടലീപുത്രവും ഇന്നത്തെ ബീഹാറിലാണ് ഉള്ളത്. കനൗജ് ഇന്നത്തെ ഉത്തർപ്രദേശിലാണ് ഉള്ളത് കേട്ടോ. ഉത്തർപ്രദേശിലാണ് കനൗജ് ഉള്ളത്. അതുപോലെ തന്നെ ശ്രാവസ്തിയും എവിടെ തന്നെയാണ്? ഉത്തർപ്രദേശിലാണുള്ളത്. അടുത്തത് കൗസാംബിയും എവിടെ തന്നെയുള്ളത്? കൗസാംബിയും ഉത്തർപ്രദേശിലാണ് ഉള്ളത്. പിന്നെ ഉജ്ജയിനി അല്ലേ? ഉജ്ജയിനി മധ്യപ്രദേശിലാണ് വരുന്നത്. ഇന്നത്തെ മധ്യപ്രദേശിലാണ് ഉജ്ജയിനി വരുന്നത്. ഇനി ഏതാ ഉള്ളത്? മധുര അല്ലേ? മധുര എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തമിഴ്നാടാവും നമ്മുടെ മനസ്സിലേക്ക് വരിക അല്ലേ? പക്ഷെ ഇത് ആ മധുരയല്ല, ഇത് മധ്യപ്രദേശിലെ മധുരയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അന്നത്തെ പട്ടണങ്ങൾ പറഞ്ഞു. ഓരോന്നും ഇന്നത്തെ ഏത് സംസ്ഥാനങ്ങളിലാണെന്ന് നോക്കി.
വൈശാലിയും പാടലിപുത്രവും ഇന്നത്തെ ബീഹാറിലാണ് കേട്ടോ. വൈശാലിയും പാടലിപുത്രവും ബീഹാറിലാണ്. ശ്രാവസ്തി ഉത്തർപ്രദേശ്, കനൗജ് ഉത്തർപ്രദേശ്, മധുര മധ്യപ്രദേശ്, കൗസാംബി ഉത്തർപ്രദേശ്, ഉജ്ജയിനി മധ്യപ്രദേശ്. അപ്പം മധുര നമുക്ക് ഓർക്കാം അല്ലേ, മധുര മധ്യപ്രദേശ്, മധുര മധ്യപ്രദേശ്, അത് കിട്ടില്ലേ, മധുര മധ്യപ്രദേശ്. ഇനിയോ ഉജ്ജയിനിയും മധ്യപ്രദേശാണ്, ഉജ്ജയിനിയും മധ്യപ്രദേശാണ്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, മധുരം കഴിച്ചാൽ നമുക്ക് നല്ല ഊർജം കിട്ടും അല്ലേ, മധുരം കഴിച്ചാൽ നമുക്ക് നല്ല ഊർജ്ജമാണ്. അപ്പോൾ ഇങ്ങനെ ഓർക്കാം, മധുര മധ്യപ്രദേശ് നമുക്കറിയാം. അപ്പം മധുരം കഴിച്ചാൽ ഊർജം കിട്ടും. അപ്പം മധ്യപ്രദേശ് ഊർജം എന്ന് ഓർക്കുക. മധുരം എന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എന്തുകൂടെ ഓർക്കണം, ഊർജം, അതായത് ഉജ്ജയിനിയും മധ്യപ്രദേശ്. ഓക്കെ, മധുര ഉജ്ജയിനി മധ്യപ്രദേശ് കിട്ടിയില്ലേ. ഇനി അടുത്തത് ഏതാ, ഉത്തർപ്രദേശിലുള്ള 3 സ്ഥലങ്ങൾ നോക്കാം അല്ലേ. ഉത്തർപ്രദേശിലുള്ള 3 സ്ഥലങ്ങളാണ് ഏതൊക്കെ, കനൗജ്, ശ്രാവസ്തി, കൗസാംബി. കനൗജ്, ശ്രാവസ്തി, കൗസാംബി, ഇത് 3 ഉത്തർപ്രദേശിലാണ്. അത് നമുക്ക് ജസ്റ്റ് അങ്ങനെ തന്നെ ഓർക്കാം കേട്ടോ. കനൗജ് നമുക്കൊരു വെറൈറ്റി നെയിംസ് അല്ലേ, നമ്മൾ എവിടെയും പെട്ടെന്ന് കേൾക്കാം. ഇപ്പം നമ്മൾ മധുര ഉജ്ജയിനി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എവിടേക്കോ കേട്ട വേർഡ്സ് പോലെ തോന്നും. പക്ഷെ കനൗജ്, ശ്രാവസ്തി, കൗസാംബി ഇതൊക്കെ നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നില്ലേ. അപ്പം അങ്ങനെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ എവിടെയാണ്, ഉത്തർപ്രദേശിലാന്ന് ഓർത്താൽ മതി കേട്ടോ. മധുര ഉജ്ജയിനി, മധുരവും ഊർജവും അല്ലേ, മധുര ഉജ്ജയിനി മധ്യപ്രദേശ്, മധുര മധ്യപ്രദേശ്, ഉജ്ജയിനി മധ്യപ്രദേശ്. പിന്നെ കുറച്ച് വെറൈറ്റി വേർഡ്സ് ഒക്കെ ഉള്ളത് ഉത്തർപ്രദേശിലാന്ന് ഓർത്താൽ മതി. കനൗജ്, ശ്രാവസ്തി, കൗസാംബി അല്ലേ, കനൗജ്, കൗസാംബി, ശ്രാവസ്തി ഇതൊക്കെ എവിടെയാണ്, ഉത്തർപ്രദേശിലാണ്. പിന്നെ ഇനി 2 ഉള്ളത് ഏതൊക്കെയാണ്, വൈശാലിയും പാടലിപുത്രവും ബീഹാറിലാണ്. വൈശാലിയും പാടലിപുത്രവും ബീഹാറിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബീഹാറിൽ നിന്നും ഉള്ള 2 ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കാം. ഒരാളുടെ പേര് വൈശാലി, ഒരാളുടെ പേര് പാടലിപുത്ര. അങ്ങനെയൊക്കെ ഓർത്താൽ മതി കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. ബീഹാറിൽ നിന്ന് ഉള്ള 2 ഫ്രണ്ട്സാണ് ആരൊക്കെ, വൈശാലിയും പാടലിപുത്രയും അല്ലേ. വൈശാലി, പാടലിപുത്ര, ബീഹാർ എന്നുള്ള ഫ്രണ്ട്സ്. ഓക്കെ, നമുക്ക് കാണാതെന്ന് പറഞ്ഞു നോക്കാം. മധുര മധ്യപ്രദേശ്, മധുരിയും ഊർജു അല്ലേ, മധുര മധ്യപ്രദേശ്, ഉജ്ജയിനി മധ്യപ്രദേശ്. ഓക്കെ, കനൗജ്, ശ്രാവസ്തി, കൗസാംബി എവിടെയാണ്, ഉത്തർപ്രദേശ്. വൈശാലിയും പാടലിപുത്രവും ബീഹാർ. ക്ലിയർ അല്ലേ. ഓക്കെ, CE 6-ാം നൂറ്റാണ്ടോടെ റോമാ സാമ്രാജ്യം തകരുകയും ചൈനക്കാരിൽ നിന്നും പാശ്ചാത്യർ പട്ടുനിർമ്മാണ വിദ്യ പഠിക്കുകയും ചെയ്തു. അപ്പോൾ എന്തുണ്ടായത്, 6-ാം നൂറ്റാണ്ടോടെ റോമാ സാമ്രാജ്യം തകർന്നു, ചൈനക്കാരിൽ നിന്നും പാശ്ചാത്യർ പട്ടുനിർമ്മാണ വിദ്യ പഠിച്ചു. അപ്പോൾ എന്തുണ്ടായത്, അവർ പഠിച്ചു അല്ലേ പട്ടുനിർമ്മാണ വിദ്യ. അപ്പോൾ ഇന്ത്യയുടെ വിദേശ വാണിജ്യത്തിൽ വലിയ മാന്ദ്യം സംഭവിച്ചു, വലിയ കുറവുണ്ടായി. കാരണം അവരെല്ലാം പഠിച്ചു, പിന്നെ നമ്മളുടെ നിന്ന് വാങ്ങുമോ, ഇല്ല. ഇത് ആഭ്യന്തര വാണിജ്യത്തെയും പ്രതികൂലമായി ബാധിച്ചു. കൈത്തൊഴിലുകാരും കരകൗശല വിദ്യക്കാരും കച്ചവടത്തിനായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതിന് കുറവ് വന്നു. കാരണം ഇതൊന്നും ചിലവ് വരുന്നില്ല. അപ്പോൾ ആരും എവിടെയും പോവാണ്ടായി. അവർ ഗ്രാമങ്ങളിൽ തന്നെ ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി. ഇത് കലകളുടെയും കൈത്തൊഴിലുകളുടെയും ഗ്രാമവൽക്കരണത്തിലേക്ക് നയിച്ചു. അങ്ങനെ എന്തുണ്ടായി, ഗ്രാമവൽക്കരണം. കച്ചവടത്തിൻ്റെ തകർച്ചയും കൈത്തൊഴിലുകളുടെ കുറവും ഗ്രാമവൽക്കരണവും പല പ്രധാന നഗരങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ ആളുകളൊക്കെ ഗ്രാമങ്ങളിൽ ഒതുങ്ങിക്കൂടിയില്ലേ. അപ്പോൾ ഗ്രാമവൽക്കരണം ഉണ്ടായി, നഗരങ്ങൾ തകർന്നു. കൗസാംബി, ഹസ്തിനപുരം, അഹിച്ഛത്രം, തക്ഷശില, അയോധ്യ, ഉജ്ജയിനി, മധുര. കൗസാംബി, ഹസ്തിനപുരം, അഹിച്ഛത്രം, തക്ഷശില, അയോധ്യ, ഉജ്ജയിനി, മധുര തുടങ്ങിയ നഗരങ്ങളുടെയെല്ലാം പ്രൗഢി നഷ്ടപ്പെട്ടു. CE 5-ാം നൂറ്റാണ്ടിലെ ചൈനയിൽ നിന്നുള്ള സഞ്ചാരിയായിരുന്ന ഫാഹിയാൻ. CE 5-ാം നൂറ്റാണ്ടിലെ ചൈനയിൽ നിന്നുള്ള സഞ്ചാരിയായിരുന്ന ഫാഹിയാൻ്റെ വിവരണങ്ങളിൽ വൻ നഗരങ്ങളായി വിശേഷിപ്പിച്ച പല നഗരങ്ങളും 7-ാം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ്ങിൻ്റെ വിവരണങ്ങളിൽ ഗ്രാമങ്ങളായാണ് വിവരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, 5-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്നുള്ള സഞ്ചാരിയായിരുന്നു ആര്, ഫാഹിയാൻ. അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലെല്ലാം ഈ സ്ഥലങ്ങളെ വളരെ
ഒരു വളരെ വൻ നഗരങ്ങളായിട്ടായിരുന്നു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അന്നത്തെ കാലത്ത് അത് വൻ നഗരങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് 7-ാം നൂറ്റാണ്ടായപ്പോഴത്തേനും ആ നഗരങ്ങളെല്ലാം പ്രാധാന്യമൊക്കെ പോയിട്ട് എന്തായി, ഗ്രാമങ്ങളായി മാറി. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്? 7-ാം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഹുയാൻ സാങ്ങിൻ്റെ വിവരണങ്ങളിൽ ഗ്രാമങ്ങളായിട്ടാണ് വിവരിക്കുന്നത്. മനസ്സിലായില്ലേ? 5-ാം നൂറ്റാണ്ടിലെ ചൈനയിൽ നിന്നുള്ള സഞ്ചാരി ഫാഹിയാൻ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളിൽ ഈ സ്ഥലങ്ങളൊക്കെ വൻ നഗരങ്ങളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ 7-ാം നൂറ്റാണ്ടിലെ സഞ്ചാരിയായിട്ടുള്ള ഹുയാൻ സാങ്ങിൻ്റെ യാത്രാ വിവരണങ്ങളിൽ എന്താ എഴുതിയിട്ടുള്ളത്? ഈ സ്ഥലങ്ങളെ ഗ്രാമങ്ങളാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അപ്പോഴത്തേനും ഇതെല്ലാം കച്ചവടമെല്ലാം ശോഷിച്ച് ഗ്രാമങ്ങളായി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5-ാം നൂറ്റാണ്ടിലത്തെ സഞ്ചാരി ഫാഹിയാൻ. ഓക്കെ, അവരുടെ പേരൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഫാഹിയാൻ. 7-ാം നൂറ്റാണ്ടിൽ ഹുയാൻ സാങ്. 5 അല്ലേ? 5 അപ്പോൾ ഫാഹിയാൻ. 7 ഹുയാൻ സാങ്. ഇനി അന്നത്തെ സാമൂഹിക ജീവിതം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇനി അന്നത്തെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു എന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് നിർത്താം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഒരു സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ആക്കാം കേട്ടോ. അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു സാമൂഹിക ജീവിതം കൂടെ നോക്കിയിട്ട് ഈ ക്ലാസ് ക്ലോസ് ചെയ്യാം. അപ്പോൾ അന്നത്തെ സാമൂഹിക ജീവിതം ഗുപ്തന്മാരുടെ കാലത്ത് രൂപം കൊണ്ട വിവിധ തൊഴിൽ കൂട്ടങ്ങളെ ശ്രേണികൾ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, തൊഴിൽ കൂട്ടങ്ങൾ എന്തായിരുന്നു? ശ്രേണികൾ. അപ്പോൾ ഗുപ്തന്മാരുടെ കാലത്ത് രൂപം കൊണ്ടിട്ടുള്ള വിവിധ തൊഴിൽ കൂട്ടങ്ങളെ ശ്രേണികൾ എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. പുതിയ തൊഴിൽ കൂട്ടങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും കടന്നുവരവ് നിരവധി ഉപവിഭാഗങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. നിലനിന്നിരുന്ന വർണ്ണവ്യവസ്ഥയ്ക്ക് പുതുതായി ഉയർന്നു വന്ന തൊഴിൽ കൂട്ടങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു. അപ്പം അന്നത്തെ തൊഴിൽ കൂട്ടങ്ങളല്ലാതെ കുറേ, അന്ന് നമ്മൾ പറഞ്ഞു ശില്പങ്ങൾ നിർമ്മാണം, ആഭരണ നിർമ്മാണം ഒക്കെ പറഞ്ഞു അല്ലേ. അല്ലാണ്ട് കാലം പോയപ്പോൾ പുതിയ തൊഴിൽ കൂട്ടങ്ങൾ വന്നു. എന്നാൽ അതിനെ പഴയ വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ ഓരോ തൊഴിൽ കൂട്ടവും പുതിയ ജാതികളും ഉപജാതികളുമായി തീർന്നു. അപ്പം എന്തുണ്ടായത്? ഓരോ തൊഴിൽ കൂട്ടവും പുതിയ ജാതികളും ഉപജാതികളുമായി തീർന്നു. അങ്ങനെയാണ് ജാതി വ്യവസ്ഥയൊക്കെ വരുന്നത് കേട്ടോ. ഓരോ തൊഴിൽ ചെയ്യുന്നവരെയും ഓരോ ജാതികളായി തീർത്തു. വ്യത്യസ്ത തൊഴിൽ കൂട്ടങ്ങൾക്ക് പുറമെ അന്യദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവർ വനങ്ങളിൽ വസിച്ചിരുന്നവർ, അവരെന്താ വിളിച്ചിരുന്നത്? നിഷാദർ. വനങ്ങളിൽ വസിച്ചിരുന്നവരെ നിഷാദർ എന്നാണ് വിളിച്ചിരുന്നത് കേട്ടോ. വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തിലൂടെ ജനിക്കുന്നവർ എന്നിവരെല്ലാം പുതിയ പുതിയ ജാതികളായി തീർത്തു. അങ്ങനെ ജാതി വ്യവസ്ഥ കൂടുതൽ സങ്കീർണമായി. മനസ്സിലായില്ലേ? ഓരോ ജോലി ചെയ്തിരുന്നവരെ ഓരോ ജാതിയായി കണക്കാക്കി, വനങ്ങളിൽ താമസിച്ചിരുന്നവരെ മറ്റൊരു ജാതിയായി കണക്കാക്കി, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ തമ്മിൽ വിവാഹം ചെയ്താൽ അങ്ങനെ ജനിക്കുന്നവരെ വേറൊരു ജാതിയായി കണക്കാക്കി, അങ്ങനെ ഓരോ തൊഴിൽ ചെയ്യുന്നവർ ഇന്ന ജാതി എന്നിങ്ങനെ ഓരോ ജാതി വ്യവസ്ഥ വരികയും ജാതി വ്യവസ്ഥ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്തു. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് നോക്കുന്നത് കേട്ടോ. അടുത്ത തൊട്ടിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സുകൾ ഇനിയും വരും. എല്ലാ ക്ലാസ്സുകളും കാണുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.